എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ ട്രെൻഡി ഡിസൈനായിട്ടുള്ള ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ എടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 7.5 ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആം ഹോൾ സ്ലോപ്പിന് വേണ്ടിയിട്ട് 0.5, നേരെ നമ്മൾ താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 7.5 ആണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചെസ്റ്റിന് വേണ്ടിയിട്ട് 9.75 ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ സീം അലവൻസിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആം ഹോളിന് നേരെ താഴെ ഒരു 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. അവിടെയാണ് നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്. അതിൽ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 9.25 ഇഞ്ചാണ് എടുക്കേണ്ടത്. ടോപ്പ് ലെങ്ത്ത് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മളതിൽ 10 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന എല്ലാ പോയിൻറ്റ്സും ഒന്ന് ലൈനാക്കി കൊടുക്കാം. ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനിൻ്റെ നേർ പകുതി നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ 8 ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി 4 നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്കത് പെർഫെക്റ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് നമുക്കിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലെങ്ത്തായിട്ട് ഒരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി സ്കെയിൽ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഈ ലൈനിൽ കൂടെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പിനുള്ള ഒരു ലൈന് നമുക്കിവിടെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. 27 ഇഞ്ചാണ് ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നേർ പകുതിയാക്കിയിട്ട് നോക്കുക. നമുക്കത് ആ കിട്ടുന്ന അളവ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 13.5 കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഫുൾ ലെങ്ത്തിൻ്റെ നേർ പകുതി, അതായത് 1.5 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ പേപ്പറിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുക്കുമ്പോൾ
ആം ഹോൾ റൗണ്ടിൻ്റെ അതേ അളവിലാണ് നമ്മൾ പേപ്പർ വിഡ്ത്ത് എടുക്കേണ്ടത്. ഈ പേപ്പർ ഞാൻ നീളത്തിലാണ് മടക്കിയിട്ടുള്ളത്, വീതിക്കല്ല, നീളത്തിനാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയാണ് മടക്കിയിട്ടുള്ളത്. ഇനി ഈ ലൈനിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആം ഹോൾ എത്രയാണോ അടയാളപ്പെടുത്തിയത് അതാണ് ഇവിടെയും മാർക്ക് ചെയ്യേണ്ടത്. ഞാനിതിൽ 7.5 ഇഞ്ചാണ് ആം ഹോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ 7.5 തന്നെയാണ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ ആം ഹോൾ എത്രയാണോ എടുത്തേക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഞാനിവിടെ 7.5 എടുത്തതുകൊണ്ട് 3.25 ഞാനിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇനി ഈ 2 പോയിൻറ്റ്സിൽ നിന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ആം ഹോൾ വരയ്ക്കുമ്പോൾ ആ ഷേപ്പ് ചെയ്യുന്ന ഭാഗം എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെയാണ് ഈ 2 പോയിൻറ്റ്സിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് പഫിന് വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പം മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്നും താഴത്തേക്ക് ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ നമുക്ക് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ സ്ലീവിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സീം അലവൻസിന് വേണ്ടിയിട്ട് നമുക്കവിടെ ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് സാവധാനം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കാം. ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കി നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്നുള്ളത്. നേർ പകുതിയിൽ തന്നെയാണ് നമ്മളിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ള ഈ ഭാഗത്ത് മാത്രമേ നമ്മൾ ഞൊറിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. താഴത്തേക്ക് ഞൊറിയിടാൻ പാടില്ല. എന്നാലേ നമുക്ക് ആ ഒരു സ്ലീവ് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സ്ലീവ് റൗണ്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാണ്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ പാറ്റേൺ ചെയ്യുന്ന ഒരു സമയത്ത് സ്ലീവ് റൗണ്ട് നമുക്ക് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലെടുക്കാം. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ ഒരു അളവിലെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ ഇതുപോലെ തന്നെ തുണിയിലോട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്ലീവിൻ്റെ പ്ലീറ്റ്സ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ആ സമയത്ത് ഈ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് അന്നേരം കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ആ സ്ലീവിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് തുണി അതുപോലെ കട്ട് ചെയ്യാം. ഞാനിതിൽ തുണി കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു പാറ്റേൺ നമ്മൾ തുണിയിലോട്ട് വെച്ചിട്ട് 4 മടക്കിയിട്ട് ആ പാറ്റേൺ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സ്ലീവ് ഞാൻ ആ പാറ്റേൺ വെച്ചിട്ട് അതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. ഇതിൽ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 3 ഇഞ്ചും കൂടെ ഇറക്കം വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ അത് താഴെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്.
അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ ഷോൾഡറെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡറും നെക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് ഇത് പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. ഷോൾഡർ കൂട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിന് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ചാണ്ട് ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി തയ്ച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സൈഡ് തയ്ച്ചെടുത്ത് അവിടെ ചെറിയ ചെറിയ കട്ട് കൊടുത്ത് പോവാം. എന്നാലേ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലോട്ട് ഒന്നും കൂടെ മടക്കിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് തയ്ക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്ലീവാണ്. അതുകൊണ്ട് തന്നെ ഈ നെക്കിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നമുക്ക് വേഗം സ്ലീവ് നോക്കാം. സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് പാറ്റേണിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. നമ്മളതിൽ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതുപോലെ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഒരുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ടത് നേരെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് പ്ലീറ്റ്സ് എല്ലാം വരുന്നത്. പ്ലീറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്ലീറ്റും നമ്മൾ മുകളിലോട്ടാണ് മടക്കി ഇങ്ങനെ കൊടുക്കേണ്ടത്. ഇതുപോലെ മുകളിലോട്ട് മടക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ ഒരു സൈഡിൽ നിന്നും തുടങ്ങിയിട്ട് സെൻറ്റർ വരെ നമ്മൾ ചെയ്തുകൊണ്ട് വരിക. അതെല്ലാം പിൻ ചെയ്ത് പോരുക. എന്നിട്ട് അടുത്ത വശത്ത് നിന്നും അതുപോലെ തന്നെ നമ്മൾ പിൻ ചെയ്തിട്ട് ആ പ്ലീറ്റ്സ് എല്ലാം ഷേപ്പായിട്ട് കൊണ്ടുവരിക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളത് പിൻ ചെയ്ത് വരുമ്പോൾ അവസാനം ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളത് കറക്റ്റ് അളന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് അളന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിൽ കിട്ടിയിരിക്കുന്ന അതേ അളവ് തന്നെ ഇതിനകത്ത് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പിലോട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അളവ് കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഈ സ്ലീവ് നമ്മൾ ടോപ്പിലോട്ട് സ്റ്റിച്ച് ചെയ്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ പ്ലീറ്റ്സ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ആ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലീവ് ചെയ്യുമ്പോൾ നേരിട്ട് നമ്മൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യാതെ പിൻ ചെയ്ത് അത് അളവ് കറക്റ്റ് ആക്കിയിട്ട് മാത്രം ടോപ്പിലോട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇത് 6 ഇഞ്ച് വീതിക്കുള്ള ഒരു പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് സ്ലീവിന് ഒരു പട്ട പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിക്കുള്ള ഒരു പട്ടയിട്ട് അത് 1.5 ഇഞ്ച് വീതിക്കാണ് ഞാനത് സ്ലീവിൽ ചെയ്യുന്നത്. 3 ഇഞ്ചിൽ വെട്ടിയെടുത്തിട്ട് പകുതി വെച്ച് മടക്കിയിട്ട് ഒരു പട്ടയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു കുഴഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പട്ട കൈക്ക് വേണ്ടി വെക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് തയ്ക്കുക. എന്നിട്ട് അത് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ
ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് പതിച്ചടിച്ചാൽ മതി. ഇനി ഈ ഒരു ടോപ്പിൻ്റെ സൈഡ് അതുപോലെ താഴെ ഭാഗം ഇത് രണ്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത്രയും കൂടെ ബാക്കിയുള്ളൂ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കാണിത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ പ്ലീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.